ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറാണ് അറസ്റ്റിലായത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പാളികൾ കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ശ്രീകുമാർ. ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. അർജുൻ കല്യാടുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ ശബരിമല കേസിൽ, സ്വർണ്ണക്കവർച്ചാ കേസിൽ വീണ്ടും ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഈ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഇയാൾ. ഇതിൽ വ്യക്തമായൊരു പങ്ക് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. അല്ലേ? രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SIT സംഘം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ഒരു അറസ്റ്റ് നടത്തുന്നത്. അത് ഈ പറയുന്ന ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴും അത് പിന്നീട് തിരിച്ചെത്തിരിക്കുന്ന ഘട്ടത്തിലുമെല്ലാം തന്നെ ഈ ശ്രീകുമാറായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ളതാണ് പ്രധാനമായും ഈ അറസ്റ്റിലേക്ക് നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പങ്ക് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന സമയത്താണ് ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി പോകാനുള്ള തീരുമാനമെടുത്തതെങ്കിലും ഈ പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ശ്രീകുമാർ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഭാഗമായി ശ്രീകുമാറിന് ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്.